ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം തേവലക്കര സ്വദേശിനി അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. ബുധനാഴ്ചയോടെ മൃതദേഹം നാട്ടിലെത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. കഴിഞ്ഞ ദിവസമാണ് അതുല്യയുടെ പോസ്റ്റ്മോർട്ടം ഷാർജയിൽ പൂർത്തിയായത്. ഷാർജയിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മൃതദേഹം കുടുംബത്തിന് വിട്ടുകിട്ടുന്ന കാര്യത്തിൽ തീരുമാനമാകൂ. ആവശ്യമുന്നയിച്ച് അതുല്യയുടെ സഹോദരി ഷാർജ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. തങ്ങളുടെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് അതുല്യയുടെ മാതാപിതാക്കൾ ആരോപിക്കുന്നു. വരും ദിവസങ്ങളിൽ മൃതദേഹം വിട്ടുകിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. 2-3 ദിവസം വൈകുമെന്നാണ് ഇന്നലെ അവിടെ നിന്നുള്ള നമുക്ക് കിട്ടിയ അറിയിപ്പ്. അതായത് ഒന്നുകിൽ ബുധനാഴ്ച വരെയെങ്കിലും ആവുമെന്നാണ് തോന്നുന്നത്. അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമൊന്നും ക്ലിയറൻസ് ആയിട്ടില്ല. അതിനുശേഷമേ അതിനെപ്പറ്റി ഒരു തീരുമാനം എടുക്കാനും പറ്റത്തുള്ളൂ. കേസിൻ്റെ അവിടെയാണോ കേസ് എന്താണെന്ന് അറിയത്തില്ലല്ലോ. ഈ കേസിൻ്റെ ക്ലിയറൻസ് ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഇത് മർഡറാണോ സൂയിസൈഡാണോ എന്ന് ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല. എൻ്റെ മകൾ എന്തായാലും ഒരു കയ്യിലെത്തുണ്ടല്ലോ, അവിടെ ജീവൻ ഒടുക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ആ സ്ഥിതിക്ക് അവിടുത്തെ അന്വേഷണങ്ങളും അവിടുത്തെ റിപ്പോർട്ടുകളെല്ലാം വന്നതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റും. അതുല്യയുടെ മാതാപിതാക്കളുടെ പരാതിയിൽ കൊലപാതക കുറ്റമാണ് ഭർത്താവ് സതീഷിനെതിരെ തെക്കുംഭാഗം പോലീസ് ചുമത്തിയിരിക്കുന്നത്. ഇയാളെ നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമവും തുടരുകയാണ്. അതുല്യയുടെ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും കണ്ടെടുക്കുവാനുള്ള നടപടിക്രമങ്ങൾ അന്വേഷണ സംഘം ആരംഭിച്ചു. കരുനാഗപ്പള്ളി ACPയുടെ നേതൃത്വത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി. ജനം, കൊല്ലം.